പോകുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഒരുപാട് ചിന്തിച്ചു അവസാനം കണ്ണ് നിറയ്ക്കുന്ന ഒരു സിനിമയാണ്. ചെറിയ സിനിമയാണ്, സബ്ജക്റ്റാണ്. ഇതൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഫാമിലിക്കും എല്ലാ ബന്ധങ്ങളും, ഫാമിലി മാത്രമല്ല ഫാമിലി ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കാണിച്ചു കൊടുക്കുന്ന ഒരു സിനിമയാണ്. ഇതൊക്കെ ആർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കുട്ടികളാണെങ്കിലും കാരണം സ്ട്രെസ്സായിട്ടിരിക്കുന്ന അതൊരു സീരിയസോ കാര്യങ്ങളോ ഒന്നല്ല. ഇപ്പോൾ ഒരുപാട് സീരിയസ് മൂവീസിൻ്റെ കൂടെ നമുക്കൊന്ന് റിലാക്സ്ഡ് ആയി ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ. എനിക്ക് തോന്നുന്നു ധൈര്യമായിട്ട് എല്ലാവർക്കും ഇരുന്ന് കാണാം. ചേച്ചിയും മുകേഷ് ചേട്ടൻ അത്രയും സീനിയറായിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളുടെ കൂടെ പെർഫോം ചെയ്യാന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് കാണുകയാണ്. കാരണം കാരണം മുകേഷ് ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ ലേഡി സൂപ്പർ സ്റ്റാറാണ് മുകേഷ് ചേച്ചി. പല ഹ്യൂമറാണെങ്കിലും അല്ലെങ്കിൽ ഭയങ്കര എല്ലാം ഭയങ്കര ഭയങ്കര എളുപ്പത്തിൽ കാണിച്ചു തരാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ് ചേച്ചിയുടെ കയ്യിൽ. എല്ലാം ഭയങ്കര എളുപ്പത്തിൽ ചേച്ചിക്ക് കാണിക്കും. ഹ്യൂമറായിക്കോട്ടെ സീരിയസ് ആയിക്കോട്ടെ എല്ലാം ചേച്ചിക്ക് ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ മുകേഷ് ചേട്ടനാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു വിൻറ്റേജ് മുകേഷ് ചേട്ടൻ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നമ്മുടെ പഴയ മുകേഷ് ചേട്ടനുണ്ടല്ലോ ഹ്യൂമറൊക്കെ ഇതാക്കുന്നത്, അതന്നെ കുറേ സാധനം നിങ്ങൾക്ക് കാണുമ്പോൾ അത് കണക്ട്. ഞാനത് പറഞ്ഞിട്ട് എങ്ങനെ മനസ്സിലാവുന്നില്ല, പക്ഷേ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പഴയ മുകേഷ് ചേട്ടനൊക്കെ കാണാം. പിന്നെ ചേച്ചി ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവരെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. പുതിയ പ്രൊഡക്ഷൻ ഹൗസ് ആയിരുന്നല്ലോ, അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? വെൽ ടൈം പ്രൊഡക്ഷൻ വിഘ്നേഷ് സാറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വെൽ ടൈം എന്ന് പറഞ്ഞ ബാനറിൽ ദുബായിലായിരുന്നു. ഇപ്പോൾ എനിക്ക് ഷൂട്ട് മൊത്തം ദുബായിലായിരുന്നു. ഐ എം സോ ഹാപ്പി വിത്ത് ദം. കാരണം അവർ എല്ലാ കാര്യങ്ങളും വെരി പ്രൊഫഷണലി തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പ്രൊമോഷൻസിൻ്റെ കാര്യങ്ങളും ആയിക്കോട്ടെ, സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്താണെങ്കിൽ എല്ലാം ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ്. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സമയത്തിന് കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ടായിരുന്നു. സോ ഐ എം സോ ഹാപ്പി. രാമകൃഷ്ണൻ കുറച്ച് കാണിച്ചിട്ടുണ്ട്. ഇത് ഡയറക്ഷൻ സ്റ്റോറി എന്നുള്ളതാണ്. ഓൺലി നെഗറ്റീവാണ്, കുറച്ചുകൂടെ കോമഡി നിലവാരം കൂട്ടാൻ വേണ്ടി. ഫസ്റ്റ് ഹാഫ് കോമഡിയാണ്, സെക്കൻഡ് ഹാഫിൽ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഷൈൻ അവസാനം വരുന്ന കുഴപ്പമില്ല, പടം കണ്ടിരിക്കുക. അങ്ങനെ അങ്ങേറ്റ് പടം എന്ന് പറയാൻ പറ്റില്ല. ലാഗൊന്നും കണ്ടില്ല. സെക്കൻഡ് ഹാഫിലാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഹാഫാണ്. കോമഡി, സെൻറ്റിമെൻ്റൽ, ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. കോമഡി ഫസ്റ്റ് ഹാഫിൽ, സെക്കൻഡ് ഹാഫിൽ അവസാനമാണ് സെൻറ്റിമെൻറ്റ്സ്. ഫാമിലി പടമാണ്. ലാഗൊന്നും അങ്ങനെ ഇല്ല. സെക്കൻഡ് ഹാഫിനെക്കാളും കൂടുതൽ ഇഷ്ടം കുറച്ചുകൂടെ ഫ്ലോ ആയിട്ട് തോന്നി ഫസ്റ്റ് ഹാഫാണ്. വലിയ താഴ്ന്നേരയായിട്ട് ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഉർവശിമേടാണ് ഫസ്റ്റ് ഹാഫിൽ തകർത്തത്. ഞാൻ ആസ് യൂസ്വൽ, ഞാനും ദുർഗയും നല്ല കോമ്പിനേഷൻ. ദുർഗ കുറേ നാളായി, സിനിമ കണ്ടു കുറേ നാളായി. കണ്ടിരിക്കാൻ പടം അയ്യർന്ന് അറേബ്യ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾക്ക് ആ പേര് കേൾക്കുമ്പോൾ അറിയാം എന്തെങ്കിലും ഇതിനകത്ത് അയ്യർന്ന് അറേബ്യ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകുന്നുള്ളൂ. ഇപ്പോൾ എം.എൻ. സാറ് ചെയ്യുന്ന 10ാമത്തെ പടമാണ്. പുള്ളിക്കാരൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ചെയ്തേക്കുന്നത്. ഒരു നടൻ്റെ നിലയോ റൈറ്റർ നിലയോ സംവിധായകൻ്റെ നിലയിലെല്ലാം പുള്ളിയുടെ മികവ് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം ചെയ്തേക്കുന്ന ഒരു ഫാമിലി ഓറിയൻറ്റഡ് കോമഡി സബ്ജക്റ്റാണ് എടുത്തേക്കുന്നത്. പക്ഷേ ആണെങ്കിൽ പോലും ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ വളരെ സീരിയസായിട്ട് ഇന്ന് സമൂഹത്തിലും നമ്മൾ അറിയുന്ന ഒരുപാട് വിഷയങ്ങൾ പറയാനായിട്ട് ആക്ഷേപഹാസ്യത്തിലൂടെ പറയാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. കഥാപാത്രങ്ങളുടെ കാസ്റ്റിംഗ് നന്നായിട്ടുണ്ട്. അതായത് ഉർവശി, മുകേഷ് എന്ന് പറയുന്നവർ അവരെല്ലാം കോമഡി നന്നായിട്ട് ചെയ്യും. അതുപോലെ സെൻറ്റിമെൻറ്റ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അഭിനയ മികവിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും അവരുടെ പ്രായത്തിൻ്റെ അനുസരിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പക്വതയിൽ നിന്നുകൊണ്ടുള്ള ഒരു കോമഡിയാണ് അവർ ചെയ്യാൻ ശ്രമിച്ചേക്കുന്നത്. അത് ചെയ്യിപ്പിക്കാനായിട്ട് സംവിധായക നിലയിൽ എം.എൻ. നിഷാദ് സാറിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ പടം വർക്കായിട്ടുണ്ട്. കാരണം ഒരു ഫാമിലി നമുക്കൊരു ഒന്നും ആലോചിക്കാതെ ഫാമിലി ആയിട്ട് വന്നിരുന്ന് തിയേറ്ററിൽ കാണാം. ഇന്ന് റിലീസ് ചെയ്ത എല്ലാ പടത്തിനും എൻ്റെ ആശംസകൾ. ഇപ്പോൾ ഷൈനിൻ്റെയൊക്കെ ഒരു ക്യാരക്ടർ എല്ലാവരും ചർച്ച ചെയ്യുന്നതാണ് പല സിനിമകളിലും വെച്ച് നോക്കുമ്പോൾ. ഈ സിനിമകളിലേക്ക് വന്നപ്പോൾ എന്ത് ചേഞ്ചാണ് സാറിന് തോന്നുന്നത്? നിങ്ങൾ സിനിമ കണ്ടതാണ്. ഷൈൻ ടോം ചാക്കോ ഈ അടുത്ത കാലത്ത് ചെയ്തതിൽ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമല്ലേ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ എൻ്റെ താരങ്ങൾ, എൻ്റെ കൂടെ സഹകരിച്ച എല്ലാ താരങ്ങളും വളരെ മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. അതൊരു സംവിധായകൻ എന്ന നിലയിൽ ഞാൻ വളരെ സന്തോഷമാണ്. ഈ സിനിമയിൽ ഒരു രാഷ്ട്രീയം പറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. സ്വാഭാവികമായിട്ടും വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശിക്കേണ്ടത് ചെയ്യണം. ആ വിമർശനങ്ങളെ നമ്മൾ നർമ്മത്തിൻ്റെ മേമ്പൊടിയോടെ പറഞ്ഞിരിക്കുന്നതല്ലാതെ വ്യക്തമായ രാഷ്ട്രീയത്തിൽ ആരെയും ഇൻസൾട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. ക്ലൈമാക്സ് കൂടെ നിർത്തിയത് ഫാമിലി കണക്റ്റാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഫുൾ കോമഡി എൻ്റർടൈനറായിട്ട് നമുക്ക് കാണാം.
അതേപോലെ തന്നെ പടത്തിലെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ മരുഭൂമി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാട്ടി. അതിലപ്പോൾ കാർ ചേസിങ് വരാനും വന്നപ്പോൾ ഒരു BGM ഒക്കെ വന്നിട്ടുണ്ട്. അതൊരു പക്ക തിയേറ്റർ സ്റ്റോപ്പായിട്ട് എനിക്ക് തോന്നി. എന്തായാലും പടം തിയേറ്ററിൽ കാണാമെന്നുള്ള എല്ലാം മുതലുണ്ട്.